ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അല്ലേ. നെറ്റ്, സെറ്റ്, HST തുടങ്ങിയ പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസവും സന്തോഷവും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചരിത്ര സംഭവങ്ങൾ ശരിയായ കാലക്രമം. മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഉപ്പ് സത്യാഗ്രഹം. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള ഒരു കാലക്രമം എന്ന് പറയുന്നത്? ഏതാണ്? അത് അറിയണമെങ്കിൽ നമ്മള് ഈ പറയുന്ന ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഏതാണ് കാലഘട്ടം, ഏത് വർഷമാണെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധമായി വരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ യാതൊരു സംശയവും കൂടാതെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. പിന്നെ നെറ്റിന്റെ എല്ലാം ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ കാലഗണനാക്രമം ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. ചരിത്ര സംഭവങ്ങളുടേത് മാത്രമല്ല ഓരോ കൃതികളും തന്നിട്ടും ഇതേപോലെ ചോദിക്കാറുണ്ട്. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറായി നിൽക്കണം. ഏത് ചോദ്യം വന്നാലും, ഈ കാലഗണനാക്രമത്തിലുള്ള ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും സധൈര്യം അതിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം പഠനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ക്ലാസ്സുകളിലൂടെ തരുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്നും കൂടി വിശദമായിട്ട് അതിന്റെ ഓപ്ഷൻ ഒന്നും കൂടി മനസ്സിലാക്കി തന്നെ പോവാം. എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷനില് ആദ്യം തന്നിട്ടുള്ള എന്താണ്? മലബാർ കലാപം. മലബാർ കലാപം ഏത് വർഷമാണ്? 1921 മുതൽ 1922 വരെ നീണ്ടുനിന്ന 1922 ഫെബ്രുവരി മാസം വരെ നീണ്ടു നിന്ന കലാപമാണ് ഏതെന്ന് പറയുന്നത്? മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മലബാറിലെ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സായുധ കലാപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലബാർ കലാപം എന്ന് പറയുന്നത്. 1921 ഓഗസ്റ്റ് മുതൽ 1922 ഫെബ്രുവരി വരെയാണ് ഈ ഒരു കലാപം നീണ്ടുനിന്നത്. മലബാർ കലാപത്തെ മാപ്പിള ലഹള, ഖിലാഫത്ത് സമരം എന്നിങ്ങനെ വിളിക്കാറുണ്ട്. മാപ്പിള ലഹള, ഖിലാഫത്ത് സമരം. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവല് ഉറൂബ് എഴുതിയിരിക്കുന്നത്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. അതുപോലെ തന്നെ 1923 കുമാരനാശാൻ എന്ത് ചെയ്യുന്നത്? ദുരവസ്ഥ എന്നുള്ള കവിത എഴുതുന്നത് ഏതിനെ അടിസ്ഥാനമാക്കി? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി. അപ്പൊ ഇതും കൂടി ഓർത്തു വെക്കുക. മലബാർ കലാപം 1921 ഓഗസ്റ്റ് മുതൽ 1922 ഫെബ്രുവരി വരെ. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് മാപ്പിള ലഹള, ഒന്ന് ഖിലാഫത്ത് സമരം. അതേപോലെ തന്നെ മാപ്പിള ലഹള അഥവാ ഖിലാഫത്ത് സമരം ആരംഭിച്ചത് ആരോടുള്ള പ്രതിഷേധമായിട്ടാണ്? ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധമായിട്ടാണ് അല്ലെ. ജന്മിത്വത്തിനെതിരെയും അതുപോലെ തന്നെ ഈ ജന്മികളെ സംരക്ഷിക്കുന്ന ബ്രിട്ടീഷുകാരോടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമാണ് എന്തായിട്ട് മാറിയത്? മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപമായിട്ട് മാറിയത്. ഓപ്ഷനില് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? വൈക്കം സത്യാഗ്രഹം. ഏതു വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 മാർച്ച് 30 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. എന്താണ് വൈക്കം സത്യാഗ്രഹത്തിനുള്ള കാരണം എന്ന് പറയുന്നത്? അയിത്തോച്ചാടനത്തിനെതിരെയുള്ള ഒരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് എത്ര മാസക്കാലാണ് നീണ്ടുനിന്നത്? 20 മാസക്കാലം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 608 ദിവസമാണ് ഇത് നീണ്ടുനിന്നത്.
അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് വൈക്കം ക്ഷേത്ര സമീപത്തോടു കൂടി അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയ സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരം. ഈ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് അതിന്റെ അനുഭവങ്ങള് KP കേശവമേനോൻ കഴിഞ്ഞ കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വളരെ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സമരസേനാനികൾ എന്ന് പറയുന്നത്. KP കേശവമേനോന്റെ കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥയിലാണ് ഏതിനെ കുറിച്ച്, വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് 30-ാം തീയതി നേരം പുലർന്നു. അന്ന് സത്യാഗ്രഹത്തിനായി പുറപ്പെട്ടത് കുഞ്ഞപ്പി എന്ന പുലയൻ, ബാഹുലയൻ എന്ന ഈഴവൻ, ഗോവിന്ദ പണിക്കർ എന്ന നായർ, ഇവര് 3 പേരുമാണ് പുറപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് KP കേശവമേനോൻ പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് ആ മറ്റുള്ള സംഭവങ്ങളും കൂടി അദ്ദേഹം ഇതിനോട് അനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിനടുത്തേക്ക് ഈ പറയുന്ന സത്യാഗ്രഹികളും അതുപോലെ തന്നെ ഈ 3 പേരും കൂടി എത്തി. അവിടെ പോലീസ് ഉണ്ട്. ഏകദേശം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ഇവരെത്തി. ഈ 3 പേരുമാണ് മുന്നോട്ട് പോയത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അയിത്ത ജാതിക്കാർക്ക് പ്രവേശനം ഇല്ല. അപ്പൊ ആ ബോർഡിന്റെ അടുത്തേക്ക് ഇവര് 3 പേരും എത്തുകയാണ്. അവിടെ നിറച്ചും പോലീസ് ഉണ്ട്. അങ്ങനെ ഇതിനെയൊക്കെ മറികടന്ന് ഇവര് മുമ്പോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓരോരോ ജാതിക്കാരോടും, ബാഹുലേയനോടും കുഞ്ഞപ്പിയോടും ഒക്കെ നിങ്ങള് ആരാണ്, ഏത് ജാതിയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മുതലാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വളരെ സങ്കീർണമായിട്ടുള്ള സംഭവങ്ങള് ആരംഭിക്കുന്നത്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടക്കുന്നതും വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം ഓർത്തു വയ്ക്കുക. 1924 മാർച്ച് 30-ാം തീയതിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അത് 603 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹ സമരമാണ്. ഏകദേശം 20 മാസക്കാലം നീണ്ടു നിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തില് ആദ്യമായിട്ട് നടന്ന സമരമാണ് ഏതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതില് പ്രധാനമായിട്ടും ഇതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് TK മാധവൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, അതേപോലെ തന്നെ ആരാണ്, KP കേശവമേനോൻ എന്നിവരാണ്. ഇതില് ആദ്യത്തെ ദിവസം സമരത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രധാനികളാണ് ആരെന്ന് പറയുന്നത് കുഞ്ഞപ്പി എന്ന പുലയൻ, ബാഹുലയൻ എന്ന ഈഴവൻ, അതേപോലെ ഗോവിന്ദ പണിക്കർ എന്ന നായർ. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? തിരുവിതാംകൂർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓർക്കുക, 1936 നവംബർ 12. ആധുനിക കാലത്തെ അത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖ എന്നിങ്ങനെ ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ഇനി ഓപ്ഷനില് ഒന്നും കൂടി ബാക്കിയുണ്ട് അല്ലെ? ഏതാണത്? ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1930 ആരംഭിച്ച സത്യാഗ്രഹ സമരമാണ് ഏതെന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്തു വെക്കുക, 1930. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള കാലക്രമം എന്ന് പറയുന്നത് ഏതാണ്? ആദ്യം മലബാർ കലാപം 1921 മുതൽ 22 വരെ അല്ലെ. വൈക്കം സത്യാഗ്രഹം 1924. ക്ഷേത്രപ്രവേശന വിളംബരം ആണോ? അടുത്തത് ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം 1930. പിന്നീടാണ് ഏറ്റവും അവസാനമാണ് ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഒന്നും കൂടി പറയാം. മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഉപ്പ് സത്യാഗ്രഹം.
1921, 1924, 1930, 1936. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. തൈക്കാടയ്യ, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശിവരാജയോഗി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യയാണ് അല്ലെ? തൈക്കാട് അയ്യയാണ് ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പിന്നെ എന്തും കൂടി പറയുന്നുണ്ട്, ഗുരുവിന്റെ ഗുരു അല്ലെ? ഗുരുവിന്റെ ഗുരു എന്നും അറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. പിന്നെ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട മറ്റു ശിഷ്യന്മാർ ആരൊക്കെയാണ്? ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, സ്വാതി തിരുനാൾ, രാജ രവിവർമ്മ. തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരായിരുന്നു ഇത്രയും പേര്. അപ്പോൾ ഓർത്തു വെക്കുക, AR രാജരാജവർമ്മ, അയ്യങ്കാളി, സ്വാതി തിരുനാൾ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, അതേപോലെ ചട്ടമ്പി സ്വാമികൾ. തൈക്കാട് അയ്യയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. തൈക്കാട് അയ്യ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിയിലെ നഗലപുരത്താണ് ജനിച്ചത്. കന്യാകുമാരിയിലെ നഗലപുരത്ത്. അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുവാണ് ചിട്ടിപ്പരദേശി. തൈക്കാട് അയ്യയുടെ ആദ്യ ഗുരുവാണ് ചിട്ടിപ്പരദേശി. തൈക്കാട് അയ്യയുടെ ആദ്യകാല നാമം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ അഥവാ സുബ്ബരായൻ എന്നായിരുന്നു. തൈക്കാട് അയ്യക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് ഒരുപാട് മറ്റ് വിളിപ്പേരുകൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ശിവരാജയോഗി എന്ന് പറയുന്ന പേര്. അതേപോലെ തന്നെ സൂപ്രണ്ട് അയ്യ എന്നും തൈക്കാട് അയ്യ അറിയപ്പെടുന്നുണ്ട്. തൈക്കാട് റെസിഡൻസിയിൽ മാനേജർ ആയതിനു ശേഷമാണ് സൂപ്രണ്ട് അയ്യ എന്ന പേര് തൈക്കാട് അയ്യക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ അയ്യ സ്വാമികൾ എന്നും തൈക്കാട് അയ്യ അറിയപ്പെടുന്നു. തൈക്കാട് അയ്യ ആരംഭിച്ച ഗുരുകുലമാണ് ജ്ഞാനപ്രകാശ സഭ. തിരുവനന്തപുരം പേട്ടയിലാണ് തൈക്കാട് അയ്യ ജ്ഞാനപ്രകാശ സഭ ആരംഭിക്കുന്നത്. ഓർത്തു വെക്കുക, ശിവരാജയോഗി, അയ്യ സ്വാമികൾ, സൂപ്രണ്ട് അയ്യ, സുബ്ബരായൻ അഥവാ സുബ്രഹ്മണ്യൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയെ സവർണർ പരിഹസിച്ച് വിളിച്ച പേരാണ് പാണ്ടിപ്പറയൻ അഥവാ പണലിപ്പറയൻ. തൈക്കാട് അയ്യയെ സവർണർ പരിഹസിച്ച് വിളിച്ച പേരാണ് പാണ്ടിപ്പറയൻ അഥവാ പണലിപ്പറയൻ എന്ന് പറയുന്നത്. 1909 തൈക്കാട് അയ്യ അന്തരിക്കുന്നത്. തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്റെ കാശിയാത്ര, ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം പാട്ട്, പഴനി വൈഭവം എന്നിവ. എന്റെ കാശിയാത്ര, ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം പാട്ട്, പഴനി വൈഭവം എന്നിവ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓർത്തു വെക്കുക, തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനോരമ വിജയത്തിലെ പദങ്ങളെ വേറൊരു വിധത്തിൽ വിന്യസിച്ചാൽ എഴുത്തച്ഛന്റെ കൃതികളിലെ പോലെ ഒരു കൃതി ഉണ്ടാക്കാം. മനോരമ വിജയത്തിലെ പദങ്ങളെ വേറെ ഒരു വിധത്തിൽ വിന്യസിച്ചാൽ എഴുത്തച്ഛന്റെ കൃതികളെ പോലെ ഒരു കൃതി ഉണ്ടാക്കാം. ആരുടെ അഭിപ്രായം? CP അച്യുതമേനോൻ, കേരളവർമ്മ, AR രാജരാജവർമ്മ, കേസരിയെ ബാലകൃഷ്ണപിള്ള. CP അച്യുതമേനോൻ, കേരളവർമ്മ, AR രാജരാജവർമ്മ, കേസരിയെ ബാലകൃഷ്ണപിള്ള. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായ ഉത്തരം CP അച്യുതമേനോൻ അല്ലെ? CP അച്യുതമേനോനാണ് വയസ്കര മൂസിന്റെ മനോരമ വിജയത്തെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞത്? ഈ കൃതിയിലെ പദങ്ങളെ വേറൊരു തരത്തിൽ വിന്യസിച്ചാൽ എഴുത്തച്ഛന്റെ കൃതികളെ പോലെ ഒരു കൃതി ഉണ്ടാക്കാം. വളരെ ശക്തമായിട്ടുള്ള ഒരു നിരൂപണം ആണ് CP അച്യുതമേനോൻ മനോരമ വിജയത്തെ കുറിച്ച് നടത്തിയത്. അന്ന് വരെ ഖണ്ഡന വിമർശനം എന്നുള്ള ഒന്ന് തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെ? കേരളവർമ്മയുടെ കാലത്ത് അദ്ദേഹം മിക്ക കൃതികളെയും എന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്? മണ്ഡന വിമർശനം തന്നെയാണ്
ചെയ്തിരിക്കുന്നത്. ഒരു കൃതികളെ കുറിച്ചിട്ടും അധികം അദ്ദേഹം എന്ത് ചെയ്തില്ല, ഖണ്ഡന വിമർശനം നടത്തിയിരുന്നില്ല. അത് എന്താണ് കാരണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം പറയുന്നത് സാഹിത്യത്തിലെ വളരെ കൃതികൾ കുറവായിരുന്നു. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ ഖണ്ഡന വിമർശനം നടത്തി കഴിഞ്ഞാല് ഇനി എഴുതാൻ പോകുന്നവർക്ക് എന്താവും, ഒരു ഭയം തോന്നിയിട്ട് എഴുത്തിൽ നിന്നും പിന്മാറാൻ മതി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന മണ്ഡന വിമർശനം നടത്തിയത്. ആധുനികമായിട്ടുള്ള നിരൂപണത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആരിൽ നിന്നാണ്? CP അച്യുതമേനോനിൽ നിന്നാണ്. ഭാഷാ കവിതയുടെ അവസ്ഥ വളരെ കഷ്ടമായിട്ടുള്ളതാണ് എന്ന ഇദ്ദേഹം പറഞ്ഞ ആ വാക്യമാണ് ആധുനിക നിരൂപണത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ സുകുമാർ അഴീക്കോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓർത്ത് വെക്കുക, CP അച്യുതമേനോനാണ് മനോരമ വിജയത്തെ കുറിച്ചിട്ട് ഇത്തരത്തില് ഈ കൃതിയിലെ പദങ്ങളെ വേറൊരു വിധത്തിൽ വിന്യസിച്ചു കഴിഞ്ഞാല് എഴുത്തച്ഛന്റെ കൃതികളെ പോലെ മറ്റൊരു കൃതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ CPയുടെ വിമർശനം എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു. ആ വിമർശനം കൊണ്ട് തന്നെ ചില എഴുത്തുകാര് നാടുവിട്ടു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏത് കൃതിയെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? വാസുദേവ പ്രഭുവിന്റെ രതിസുന്ദരി എന്ന് പറയുന്ന കൃതിയെ വിമർശിച്ചതിന്റെ പേരില് വാസുദേവ പ്രഭു നാടുവിട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും ശക്തമായിട്ടാണ് അദ്ദേഹം കൃതികളെ വിലയിരുത്തിയിരുന്നത്. എന്നാല് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കൃതികളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാനും മറന്നിട്ടില്ല എന്നുള്ള കാര്യവും ഓർക്കുക. കേരളവർമ്മയുടെ മയൂര സന്ദേശത്തിന് അദ്ദേഹം മണ്ഡന വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. അതിനെ നന്നായിട്ട് തന്നെ നല്ല കൃതിയാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KC കേശവപിള്ളയുടെ രാഘവ മാധവത്തിനും കേരളവർമ്മയുടെ മയൂര സന്ദേശത്തിനും ഇത് നല്ല കൃതികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും നന്നായി തന്നെ പഠനം തുടരുക. എല്ലാവർക്കും നന്ദി.